ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. മേഘ പാർക്കിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. അവളുടെ മനസ്സിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു. ലക്ഷ്മി മുഖത്ത് തല്ലിയതും അതുപോലെ മഹേന്ദ്രൻ എല്ലാവരും കേൾക്കെ മേഘ എനിക്കും ലക്ഷ്മിക്കും ജനിച്ച മകളല്ല എന്നൊക്കെ പറഞ്ഞത് ഓർക്കും തോറും മേഘ പൊട്ടി പൊട്ടി കരയാണ്. അവൾക്ക് അവളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മേഘ പൊട്ടി പൊട്ടി കരയാണ്. ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത ഒരു അനാഥയായ പോലെ തോന്നുകയാണ് അവൾക്ക്. കാരണം ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും വർഷങ്ങൾ എല്ലാവരും തനിക്കുണ്ടായിരുന്നു എന്ന് വിചാരിച്ചെടുത്ത് ആരും ഇല്ല എന്നുള്ളൊരവസ്ഥ. മേഘയുടെ മനസ്സിലേക്ക് മഹേന്ദ്രൻ്റെ വാക്കുകൾ വരികയാണ്. ഇത്രയും കാലം നീ എന്നെ ഒരു അച്ഛനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്കൊരു ശത്രുവായിട്ട് നീ എന്നെ കാണാനുള്ള ഇടവരുത്തരുത്. മേഘയ്ക്കൊക്കെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ്. എന്തൊക്കെ ഇതുവരെ നേടിയോ അതൊക്കെ വെറുതെ ആയെന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്ന വാക്കുകളാണ്, നിന്റെ കയ്യിൽ നിന്ന് ഈ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങാൻ ഏതറ്റം വരെ പോവാനും ഞാൻ റെഡിയാണ്. ആ വാക്കുകളൊക്കെ മേഘയെ വല്ലാതെ മുറിപ്പെടുത്തിയ വാക്കുകളായിരുന്നു. കാരണം അത്രയേറെ സ്നേഹിച്ചിരുന്ന അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മേഘയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അവളൊരു കുഞ്ഞിനെ പോലെ ഇരുന്ന് അവിടുന്ന് കരയാണ്. അപ്പോഴാണ് മേഘയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മേഘയുടെ അച്ഛൻ വരുന്ന സമയത്ത് മേഘ പൊട്ടി പൊട്ടി കരയാണ് തനിച്ചിരുന്നിട്ട്. എന്താ കാര്യം എന്ന് പോലും മനസ്സിലാവാതെ അയാൾ മേഘയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേഘ എന്തിനാ മോള് കരയുന്നത്? മേഘയ്ക്ക് കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം അവൾ അച്ഛനോട് പറയുന്നുണ്ട്, എന്താണോ നടക്കരുത് എന്ന് കരുതിയത് അതൊക്കെ നടന്നു വച്ചാ. അപ്പോഴും അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പോൾ മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്, മഹേന്ദ്രൻ അച്ഛനക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന് മനസ്സിലായച്ചാ. അത് കേട്ട സമയത്ത് അയാളും ഒന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് മേഘ പറയാണ്, അതെ അച്ഛാ, അവർക്ക് രണ്ടുപേർക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായി. ഞാൻ അവരുടെ അവകാശിയല്ലെന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ചും അവർ വെട്ടി തുറന്നു പറഞ്ഞു. മേഘയുടെ അച്ഛനും അതൊരു ഷോക്കായിരുന്നു. മേഘ എഴുന്നേറ്റിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു അച്ഛാ. ഇതിന് ശേഷവും എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ അച്ഛാ? എന്നെ ഇനി അവരാ വീട്ടിൽ താമസിക്കാൻ വിടുമോ അച്ഛാ? മേഘ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു അവളുടെ സംസാരത്തിൽ. അപ്പോൾ അവളുടെ അച്ഛൻ കൂളായിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ പേടിക്കുന്നത്? ഇപ്പോൾ ആ വീട് നിൻ്റെതാ. ആ വീട്ടിൽ നിന്നും നിന്നെ ഇറക്കി വിടാൻ അവിടെ ആർക്കും ഒരു അവകാശവും ഇല്ല. മേഘയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അതേ മോളെ, മഹേന്ദ്രൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഇപ്പോൾ നിന്റെ പേരിലാണ് ഉള്ളത്. നിന്നെ തൊടാൻ പോലും അവിടെ ആരും ധൈര്യം കാണിക്കില്ല. മേഘയുടെ അച്ഛൻ അവൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. അപ്പോഴും മേഘയുടെ സംശയങ്ങൾ മാറുന്നില്ല. മേഘ ചോദിക്കുന്നുണ്ട്, ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ലക്ഷ്മി അമ്മയെ കൊണ്ട് ആ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ പേരിൽ കേസ് കൊടുക്കില്ലേ? അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ ഒന്നും നിൻ്റെ പേരിൽ ഒരു കേസും കൊടുക്കാൻ സാധിക്കില്ല മോളെ. കാരണം നിയമപ്രകാരം ലക്ഷ്മി നിൻ്റെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് അവരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അവരവരുടെ സ്വത്തുക്കൾ നിൻ്റെ പേരിൽ എഴുതി തന്നിരിക്കുന്നത്. മേഘയ്ക്ക് അച്ഛൻ പറയുന്നത് പൂർണ്ണമായിട്ടും വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ എഴുതി തന്നത് ഇല്ല എന്നൊന്നും ലക്ഷ്മിക്ക് എവിടെയും വാദിക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ നിയമം ആദ്യം ലക്ഷ്മിയാണ് കൊണ്ടുപോവുക, അല്ലാതെ മോളെയല്ല. നിയമപ്രകാരം നീ തെറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. മാത്രമല്ല ഈ കേസ് കോടതിയിൽ നിൽക്കുകയില്ല. മേഘയ്ക്ക് ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ അച്ഛാ? അതേ മോളെ, ഇതൊക്കെ അറിയാതെയാണോ ഞാൻ നിൽക്കുന്നത്? ഇനി അഥവാ അവർ നിന്റെ പേരിൽ കേസ് കൊടുത്താൽ തന്നെ ആ കേസിന് ഒരു എവിഡൻസും ഇല്ലാത്ത രീതിയിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മേഘയ്ക്ക് ചെറുതായിട്ട് ധൈര്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൽ വല്ലാതെ സങ്കടം ഉണ്ടായിരുന്നു. ആ ഒരു മുഖം കണ്ടപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മേഘ നീ കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട മോളെ. എന്നായാലും ഒരു ദിവസം നീ അവരുടെ മകളല്ലെന്ന സത്യം എല്ലാവരും അറിയുക തന്നെ ചെയ്യും. അത് ഇപ്പം അറിഞ്ഞത് കൊണ്ട് എന്താ, അത് നല്ലതല്ലേ? മേഘ വിഷമത്തോടെ അച്ഛനെ നോക്കുന്ന സമയത്ത് അയാൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. മേഘ, ഇനി നിനക്ക് കാശിന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥിൻ്റെയോ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അവരാണ് ഇപ്പോൾ നിൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവർ നിന്നെ ഒന്നും ചെയ്യില്ല. എങ്ങനെയെങ്കിലും നിന്നെ സമാധാനപ്പെടുത്തി നിന്റെ കയ്യിൽ നിന്ന് സാവകാശം സ്വത്തുക്കൾ ലക്ഷ്മിയുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി നിന്റെ അടുത്ത് വന്ന് യാചിച്ചുകൊണ്ടേ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അല്ലാതെ നിന്റെ പേരിൽ കേസ് കൊടുക്കാനൊന്നും അവർ ആഗ്രഹിക്കില്ല. അവർ നിന്റെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് വരെ നീയും അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അവർ നിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇടപെട്ട് ആ വീട്ടിൽ നിന്ന് അവരെല്ലാവരെയും ഇറക്കി വിടുന്നതായിരിക്കും. അച്ഛൻ മേഘയ്ക്ക് കോൺഫിഡൻസ് കൊടുക്കുന്തോറും അവളുടെ ആ ഒരു ആശങ്കയും സങ്കടവും ഒക്കെ മാറി മാറിപ്പോയി മേഘ ഹാപ്പി ആവുകയാണ്. മാത്രമല്ല അയാൾ പറയുന്നുണ്ട്, മേഘ ഇനി അങ്ങോട്ട് നിനക്ക് നല്ല കാലമാണ്, അതുകൊണ്ട് നീ ആശങ്കപ്പെടാതിരിക്കുക. മേഘ ശരിക്കും വല്ലാതൊരു സങ്കടത്തിലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ വാക്കുകൾ അവൾക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ജാനകി മുറ്റത്ത് നിന്ന് പൂവുകൾ പറിക്കുകയാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് കാറിൽ വന്ന് ഇറങ്ങുന്നത്. പുറത്ത് ജാനകിയെ കണ്ട സമയത്ത് മേഘ ഒരു വല്ലായ്മയോടുകൂടിയാണ് ജാനകിയുടെ അടുത്തേക്ക് പോകുന്നത്. അമ്മായി,
മേഘ വിളിക്കുന്നുണ്ട്. ജാനകി പുഞ്ചിരിച്ചുകൊണ്ടാണ് മേഘയെ നോക്കുന്നത്. അപ്പോൾ മേഘ ഒരു സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നിങ്ങളുടെ ഏട്ടൻ്റെ മകളല്ല, എനിക്ക് നിങ്ങളെ അമ്മായിന്ന് വിളിക്കാൻ സാധിക്കുമോ? അത് കേട്ട സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, എന്താ മേഘ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നീ എൻ്റെ ഏട്ടൻ്റെ മോളല്ലായിട്ടാണ് ജനിച്ചതെങ്കിലും നീ എന്തൊക്കെ സഹായങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അതൊക്കെ എനിക്ക് മറക്കാൻ സാധിക്കുമോ? എൻ്റെ ഭർത്താവിനെ എല്ലാവരും കുറ്റക്കാരനാക്കിയപ്പോൾ വലിയൊരു കുറ്റത്തിൽ നിന്നും നീയാണ് രക്ഷിച്ചത്. മേഘ ഒരു ആശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം അവർ തനിക്കൊപ്പാണെന്നുള്ളത് മേഘയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ജാനകി പറയുന്നുണ്ട്, നീ അന്ന് സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മരണം വരെ എൻ്റെ ഭർത്താവ് ഈ വീട്ടുകാരുടെ മുന്നിൽ ഒരു കള്ളനായിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു. ജീവനേക്കാളും വലുത് മാനാണ് മോളെ. ആ മാനം നീയാണ് എനിക്ക് തിരിച്ചു തന്നത്. ഒരിക്കലും ഞാൻ നിന്നെ പുറത്തുള്ള ഒരാളായിട്ട് കാണില്ല മോളെ. ജാനകി അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മേഘയുടെ കണ്ണ് നിറയുന്നുണ്ട്. മേഘ ചോദിക്കുകയാണ്, ഇനിയൊരു പക്ഷേ നാളെ മഹേന്ദ്രൻ അച്ഛൻ്റെ യഥാർത്ഥ മകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അനുകമ്പയോടെയും എന്നോട് പെരുമാറും അമ്മായി? അപ്പോഴും ജാനകി പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും മോളെ, അതിൽ നിനക്കൊരു സംശയവും വേണ്ട. എൻ്റെ കൂടെ ജനിച്ച എൻ്റെ സഹോദരൻ, എൻ്റെ സ്വന്തം മകൻ, എല്ലാവരും എനിക്ക് എതിരായിട്ടായിരുന്നു നിന്നത്. പക്ഷെ നീ മാത്രമാണ് എൻ്റെ ഒപ്പം നിന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെ നീ ചെയ്ത ആ ഒരു സഹായം ഞാൻ മറക്കില്ല മോളെ. മേഘയുടെ കണ്ണ് നിറഞ്ഞിട്ട് അവൾ സന്തോഷിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരും നിനക്ക് വില തന്നിട്ടില്ലെങ്കിലും ആരൊക്കെ നിന്നെ എതിർത്ത് സംസാരിച്ചാലും നീ പേടിക്കേണ്ട. അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. മേഘ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാനകിയോട് പറയുന്നുണ്ട്, ഈ ഒരൊറ്റ വാക്ക് മതി എനിക്ക്. ഇനി അങ്ങോട്ട് നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കാൻ പോകുന്നത്. മേഘയ്ക്ക് സത്യത്തിൽ നല്ല സമാധാനം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം മഹേന്ദ്രനും ലക്ഷ്മിയും സിദ്ധാർത്ഥവും മുത്തശ്ശനും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ചിന്തയിലാണുള്ളത്. ആ സമയത്ത് മുത്തശ്ശൻ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, മഹേന്ദ്ര, മേഘയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുത്തിരിക്കുന്നത്? എനിക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അച്ഛാ. പോലീസ് കേസ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാവും. അവൾ തന്നെ എല്ലാ സ്വത്തുക്കളും തിരിച്ച് ലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി വെക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, എഴുതി വെച്ചാൽ പ്രശ്നമില്ല, പക്ഷേ എഴുതി വെക്കില്ല എന്ന് അന്ന് തന്നെ മേഘ എല്ലാവരും കേൾക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ മഹേന്ദ്രൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങൾ തന്നെ മേഘയോട് സംസാരിച്ച് എന്താ അവളുടെ തീരുമാനം എന്ന് ചോദിക്ക്. അവളുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം ഫർദറായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. മുത്തശ്ശൻ സിദ്ധുവിനോട് മേഘയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. പക്ഷേ സിദ്ധു എഴുന്നേൽക്കുമ്പോഴേക്കും മേഘ സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മേഘ വന്ന സമയത്ത് ഹാളിൽ എല്ലാവരും ഉണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും ജാനകിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. മേഘ എല്ലാവരും ഒന്ന് നോക്കുകയാണ്. അപ്പം മുത്തശ്ശൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ ഇങ്ങോട്ട് വാ മോളെ. മേഘ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മുഖത്ത് ദേഷ്യം നിറയാണ്. മേഘ അടുത്ത് വന്ന് നിന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, മേഘ നീ ഇപ്പോൾ ചെറിയ കുട്ടിയല്ല മോളെ. ശരിയേതാ തെറ്റേതാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയും. നീ ലക്ഷ്മിയെ പറ്റിച്ച് സ്വത്തുകൾ മുഴുവൻ നിന്റെ പേരിലേക്ക് മാറ്റി. അത് തെറ്റാണെന്ന് നിനക്ക് തന്നെ നന്നായിട്ടറിയാം. ഒരുപക്ഷെ നീ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലായിരിക്കാം. പക്ഷേ ഈ വീട്ടിൽ എല്ലാ അവകാശത്തോടെയുമാണ് നീ വളർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞങ്ങളാരും നിന്നോട് ഈ വീട് വിട്ടു പോവാൻ പറയുന്നില്ല. എപ്പോഴും നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇവിടെ എല്ലാ അവകാശവും നിനക്കുണ്ടാവും. മേഘ ഒന്നും പറയാതെ അദ്ദേഹം പറയുന്നത് കേട്ട് നിൽക്കുകയാണ് സമാധാനത്തോടെ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ ലക്ഷ്മിയെ പറ്റിച്ച് വാങ്ങിച്ച എല്ലാ സ്വത്തുക്കളും തിരിച്ച് ലക്ഷ്മിയുടെ പേരിലേക്ക് തന്നെ എഴുതി കൊടുക്കുമോളെ. അവസാനം മേഘ മുത്തശ്ശനോട് പറയാണ്, ക്ഷമിക്കണം മുത്തശ്ശ, എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അത്രയും ക്ഷമയോടെ അദ്ദേഹം പറഞ്ഞിട്ടും മേഘ അത് അനുസരിക്കാൻ തയ്യാറല്ല. മേഘ എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട്, ഈ വീട്ടിലെ യഥാർത്ഥ അവകാശി വരുന്നതുവരെ എനിക്ക് ഈ വീട്ടിലെ എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും കിട്ടും. പക്ഷേ ഈ വീടിൻ്റെ യഥാർത്ഥ അവകാശി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അതിനുശേഷം എല്ലാവരും എന്നെ ഒതുക്കാൻ ആരംഭിക്കും. ഒരു വേലക്കാരിയെ പോലെ എന്നെ കാണാൻ ശ്രമിക്കും. അതിനുശേഷം ഞാൻ ഇതേ വീട്ടിൽ തന്നെ ആരും ഇല്ലാത്തൊരു അനാഥയെ പോലെ ജീവിക്കണം. മേഘയും സമാധാനത്തോടെയും ക്ഷമയോടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. മേഘ തിരിച്ച് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം മഹേന്ദ്രൻ അച്ഛൻ്റെയും ലക്ഷ്മി അമ്മയുടെയും മകളായിട്ടാണ് ഞാൻ ജീവിച്ചത്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നീ ഞങ്ങളുടെ മകളല്ല, നീ ആരോ ആണ്, നിനക്ക് ഒരു അവകാശവും ഇല്ല, നീ വീട് വിട്ട് പോകണം എന്നൊന്നും ആരും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സ്വത്തുക്കളെല്ലാം ഞാൻ എൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിയത്. മേഘയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മുത്തശ്ശന് വരെ തോന്നുകയാണ്. അദ്ദേഹം തന്നെ അവളോട് പറയുന്നുണ്ട്, നീ പറയുന്നതിൽ കുറച്ചുപോലും ന്യായമില്ല മോളെ. നീ ഒരാളുടെ സ്വത്ത് തട്ടിയെടുത്തതാണ്. നിയമപ്രകാരം നോക്കുവാണെങ്കിൽ അത് വലിയ തെറ്റാണ്. നിന്നെയും ഈ വീട്ടിലെ ഒരാളായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ സമാധാനത്തോടെയും ക്ഷമയോടെയും സംസാരിക്കുന്നത്. പക്ഷേ ഇതുപോലെയാണ് നീ സംസാരിക്കുന്നതെങ്കിൽ ഇതിനുശേഷം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ സാധിക്കില്ല.
അപ്പോൾ മേഘ മുത്തശ്ശനെയും മഹേന്ദ്രനെയും ലക്ഷ്മിയെയും നോക്കിയിട്ട് എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട്, മുത്തശ്ശ, ഈ വീട്ടിൽ ആര് താമസിക്കണമെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ല. മേഘയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ എല്ലാവരും അവളെ നോക്കുകയാണ്. അപ്പം മേഘ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സമാധാനത്തോടെ ഈ വീട്ടിൽ തന്നെ താമസിക്കാം. അങ്ങനെയല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. എല്ലാവർക്കും ഒരു ഭീഷണി സ്വരത്തിൽ വാണിംഗ് നൽകിയിട്ടാണ് മേഘ അവിടുന്ന് പോകുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ലക്ഷ്മി, എത്ര അഹങ്കാരത്തോടെയാണ് അവൾ സംസാരിക്കുന്നതെന്ന്. മഹേന്ദ്രൻ ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് മേഘയുടെ പിന്നാലെ പോയി വിളിക്കുകയാണ്, മേഘ. മേഘ തിരിഞ്ഞ് അയാളെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ ദേഷ്യത്തോടെ വന്നിട്ട് മേഘയോട് പറയാണ്, മര്യാദയ്ക്ക് സ്വത്തുക്കളെല്ലാം തിരിച്ച് ലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചോ, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അപ്പോൾ മേഘ കൂളായിട്ട് പറയാണ്, ഞാനെന്തിനു പോകണം, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ വേറെ വീട് നോക്കിയിട്ട് ഇവിടുന്ന് പോയിക്കോളൂ. അത് കേട്ട സമയത്ത് ലക്ഷ്മി ഷോക്കായിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മി മാത്രമല്ല, എല്ലാവരും. അപ്പം മഹേന്ദ്രൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഏയ്, ആരോട് എന്താ നീ സംസാരിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മേഘ കൈകെട്ടിക്കൊണ്ട് പറയാണ്. അപ്പോഴേക്കും ലക്ഷ്മി ഓടി വന്നിട്ട് ദേഷ്യത്തോടെ മേഘയോട് സംസാരിക്കുന്നുണ്ട്, ഏയ്, ആരോടാ നീ ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്, ചെയ്യേണ്ട തെറ്റൊക്കെ ചെയ്തതും പോരാഞ്ഞ് അച്ഛനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി മേഘയെ കവിളത്ത് തല്ലാൻ നോക്കുകയാണ്. പക്ഷെ മേഘ കൈ തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മിയുടെ കൈ പിടിച്ചിട്ട് ബലമായി രണ്ടുപേരും ബലപ്രയോഗം നടത്തിയതിന് ശേഷം മേഘ ലക്ഷ്മിയെ പിടിച്ച് തള്ളുകയാണ്. ആ സമയത്ത് ലക്ഷ്മി അവിടെ നിലത്ത് വീണു പോവുകയാണ്. മേഘയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മി അങ്ങനെ തറയിൽ വീഴുന്നു. അപ്പം മഹേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും ലക്ഷ്മിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആരതിയും സിദ്ധാർത്ഥവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മേഘയോട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഏയ്, നിനക്കെന്താ ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഈ വീടിപ്പോൾ എൻ്റെ പേരിലാണുള്ളത്. എൻ്റെ കൂടെ താമസിക്കാൻ സാധിക്കുന്നവർക്ക് ഈ വീട്ടിൽ താമസിക്കാം. അങ്ങനെയല്ല, എൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. മഹേന്ദ്രൻ ശരിക്കും ഷോക്കായിട്ടാണ് മേഘയെ നോക്കുന്നത്. തൻ്റെ സ്വത്തുക്കളൊക്കെ എടുത്തതിന് പുറമെ തന്നോട് തന്നെ വാദിക്കുകയാണ്. അപ്പം മേഘ പറയുന്നുണ്ട്, അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത്. മേഘ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവാണ്. എല്ലാവരും മേഘയ്ക്ക് മുന്നിൽ ശരിക്കും പറഞ്ഞാൽ തോറ്റുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലക്ഷ്മി എല്ലാവരും പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ സോഫയിൽ ഇരുത്തിയിട്ട് ആരതി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് ലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി ഏട്ടനോട് പറയുന്നുണ്ട്, ഏട്ടാ, മേഘ ഒരു ചെറിയ കുട്ടിയല്ലേ, നിങ്ങളും അവളുടെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളൊപ്പം തന്നെ ഇങ്ങനെ തല്ലി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം എന്താ, അവൾ സ്വത്തുക്കളുമായിട്ട് ഇവിടുന്ന് ഓടിപ്പോവാൻ പോകുന്നുണ്ടോ? ഇവിടെ തന്നെയല്ലേ ഉള്ളത്. ഈ പ്രശ്നത്തെ സമാധാനത്തോടെ സംസാരിച്ച് ശരിയാക്കാൻ സാധിക്കില്ലേ? അത് കേട്ട് വാസുവും പറയുന്നുണ്ട്, അതേ അളിയ, എന്തിനാ ഇങ്ങനെ വേണ്ടാതെ മേഘയായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അവൾ പറഞ്ഞല്ലോ, അവളെ അനുസരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ വീട്ടിൽ താമസിക്കാമെന്ന്. അപ്പോൾ മഹേന്ദ്രൻ വാസുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ വാസു നീ പറയുന്നത്? അവളെ അനുസരിച്ചാലേ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂന്നോ? സംസാരിക്കാതിരിക്കുക വാസുദേവ, സംസാരിക്കാതിരിക്കുക. മഹേന്ദ്രന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ സിദ്ധാർത്ഥിനോട് പറയാണ്, സിദ്ധാർത്ഥ്, ഇനി ഒരു നിമിഷം പോലും മേഘയുടെ ഒരു കാര്യങ്ങളും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം. അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ വീടിന് പുറത്തേക്ക് വെക്ക്. അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സെക്യൂരിറ്റിയെ വിളിക്കുകയാണ്. എന്നിട്ട് സെക്യൂരിറ്റിയോട് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് മേഘയുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കാൻ. മേഘയുടെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം സെക്യൂരിറ്റി വന്നിട്ട് അവരോട് പറയുകയാണ്, എല്ലാം എടുത്ത് പുറത്ത് വെച്ചു എന്ന്. ശരി, നിങ്ങൾ പോയിക്കോ, മഹേന്ദ്രൻ അയാളോട് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശിയും ലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി, മേഘ നിന്റെ വയറ്റിൽ ജനിച്ചതല്ലെങ്കിലും നീ വളർത്തിയ കുഞ്ഞാണ്. നിനക്ക് അവളുടെ മേൽ എത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ സ്വത്തിൻ്റെ പേരും പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നത് എനിക്കെന്തോ തെറ്റായിട്ടാണ് തോന്നുന്നത്. നീ മഹേന്ദ്രനോട് പറഞ്ഞിട്ട് മേഘയുടെ പുറത്തു കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവെക്കാൻ പറ ലക്ഷ്മി. മുത്തശ്ശി കെഞ്ചുകയാണ്. അപ്പോൾ ലക്ഷ്മിയുടെ മനസ്സും അലിയുന്നുണ്ട്. ലക്ഷ്മി മഹേന്ദ്രനോട് പറയാണ്, ഏട്ടാ, മേഘ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൾ ചെയ്ത തെറ്റ് നമ്മളും ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘയാണ് നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് തിരിച്ച് നമ്മളും അങ്ങനെ ചെയ്യണ്ട. പുറത്ത് കൊണ്ടുവച്ച മേഘയുടെ ബാഗൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവെക്കാൻ പറയേട്ടാ. തീർച്ചയായിട്ടും മേഘ സ്വത്തുക്കളൊക്കെ തിരിച്ച് എൻ്റെ പേരിലേക്ക് തന്നെ എഴുതി തരും. മഹേന്ദ്രൻ ഒന്നും പറയാതെ ലക്ഷ്മിയെ നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മേഘ കുറച്ച് സമാധാനത്തോടെ അവളോട് സംസാരിച്ചാൽ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എല്ലാവരും ഏറെക്കുറെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നായയുടെ വാല് നിവർത്താനും കഴിയില്ല, മേഘയുടെ സ്വഭാവം മാറ്റാനും കഴിയില്ല.
ഒരുപക്ഷെ നീ പറഞ്ഞതുപോലെ അവൾ ചെയ്യുവാണെങ്കിൽ അവൾ ഈ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നീ പറയുന്നതൊന്നും അവൾ അനുസരിക്കില്ല. അവൾ ഈ വീട്ടിലെ കുട്ടിയല്ലെന്ന് എന്ന് മനസ്സിലായോ അന്നു മുതലേ വേറെതൊരു രീതിയിലാണ് അവൾ ചിന്തിക്കുന്നത്. അവൾക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. ഇങ്ങനെയുള്ള അവളുടെ മനസ്സ് മാറുമെന്ന് നീ എങ്ങനെയാണ് കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അവൾ വന്നാൽ നീ തന്നെ സംസാരിച്ച് നോക്ക്. സ്വത്തുക്കളൊക്കെ തിരിച്ച് അവൾ നിന്റെ പേരിലേക്ക് എഴുതി തരുവാണെങ്കിൽ അവൾ ഇവിടെ തന്നെ താമസിച്ചോട്ടെ. അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. മഹേന്ദ്രൻ തീർത്ത് പറയാണ്. ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാതെയാണ് ലക്ഷ്മി ഇരിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.